Glad to meet you. Please take your seat. Thank you. കേരള ലാറ്ററിയുടെ MK സീരീസിൽ ഈ പ്രാവശ്യത്തെ ഒന്നാം സമ്മാനം എനിക്കാണ്. ചങ്ങനാശ്ശേരി എന്നാണ് വരുന്നല്ലേ? അതെ. യാത്രയെല്ലാം സുഖമായിരുന്നു? അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. ടിക്കറ്റ് കൊണ്ടുപോകണമല്ലോ. ഇതിന്റെ പുറത്ത് പേരെഴുതി ഒപ്പിടണം. ഡയറക്ടർ ഓഫ് ലോട്ടറീസ് ഹിയർ. ഗുഡ് മോർണിംഗ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് MK സീരീസിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ള മിസ്റ്റർ SR മേനോൻ വന്നിട്ടുണ്ട്. ഉണ്ട്. ടിക്കറ്റ് ഉണ്ട്. താങ്ക് യു. മിസ്റ്റർ മേനോൻ നാട്ടിൽ എന്താ ചെയ്യുന്നത്? എനിക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഇടയ്ക്കൊക്കെ. പ്ലീസ് മീറ്റ് മിസ്റ്റർ SR മേനോൻ. മിസ്റ്റർ മേനോന് ഒന്നാം സമ്മാനം ലഭിക്കില്ല, യാതൊരു അത്ഭുതവുമില്ല. ഒരു ഭാഗ്യവാന്റെ സർവ്വ ലക്ഷണങ്ങളും. മിസ്റ്റർ മേനോൻ ഈ ടിക്കറ്റ് എവിടെ നിന്നാണ് വാങ്ങിച്ചത്? കോട്ടയത്ത് നിന്നും വാങ്ങിച്ചതാണ്. മിസ്റ്റർ മേനോൻ ആ ടിക്കറ്റ് ഒന്നല്ല പരിചയമുള്ളൂ? പരിചയമൊന്നുമില്ല. ആളെ കണ്ടാൽ അറിയുമോ? കണ്ടാൽ ഒരുപക്ഷെ അറിഞ്ഞേക്കും. ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നത് ഒരു കാര്യമുണ്ട് മിസ്റ്റർ മേനോൻ. ഈ പ്രാവശ്യത്തെ MK സീരീസിൽ ഒന്നാം സമ്മാനത്തിന്റെ നമ്പർ 5555 തന്നെയാണ്. പക്ഷേ ആ ടിക്കറ്റുമായി ഒരാൾ വന്നിട്ട് ഒന്നാം സമ്മാനം വാങ്ങിക്കൊണ്ട് പോയത് മിസ്റ്റർ മേനോന്റെ അടുത്തുള്ളത് കള്ള ടിക്കറ്റാണ്. കള്ള ടിക്കറ്റ് അല്ല സാർ, ഇത് നല്ല ടിക്കറ്റാണ്. മിസ്റ്റർ മേനോനെ അങ്ങനെയല്ല പറയാൻ പറ്റും. ഇത് കള്ള ടിക്കറ്റാണോ നല്ല ടിക്കറ്റാണെന്ന് ഞങ്ങൾക്കല്ലേ പറയാൻ പറ്റും. കള്ള ടിക്കറ്റ് കൈവശം വെച്ചിരുന്നതിന് മിസ്റ്റർ മേനോൻ സമാധാനം പറയേണ്ട നിലയിലാണ് ഇരിക്കുന്നത്. എന്തായപ്പോഴും മിസ്റ്റർ മേനോൻ അറസ്റ്റിലാണ് അല്ലേ? യെസ്. ഇനി മിസ്റ്റർ മേനോൻ എഴുന്നേറ്റ് നിൽക്കാം പ്ലീസ്. ഇനിയിപ്പോ ഇത്രയും പറഞ്ഞ നിലയ്ക്ക് ഞാൻ സാറിനോട് സത്യം പറയാം. വേണുഗോപാലിന്റെ ടിക്കറ്റ് എടുത്ത് മാധവൻകുട്ടിയുടെ കൈ കൊടുത്തത് ഞാനാണ്. ഇല്ല സാർ, ഇത് കള്ള ടിക്കറ്റ് ആയാൽ ഒരു സാധ്യതയില്ല. എന്താണ് ഉറപ്പ്? ഏഷ്യന്റെ കയ്യിൽ കള്ള ടിക്കറ്റ് ഉണ്ടാകുമോ സാർ? ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അഥവാ ഉണ്ടായാൽ ഇങ്ങനെ ഞങ്ങൾ പിടിക്കുകയും ചെയ്യും. പൊതുജനങ്ങളെ ഏജന്റുമാരങ്ങനെ വഞ്ചിച്ചാൽ നാട്ടുകാർ എന്ത് ചെയ്യും സാർ? ഞങ്ങൾ ഏജന്റിനെയും പിടിക്കും. എനിക്ക് ടിക്കറ്റ് തന്നയാളെ ഞാൻ കാണിച്ചു തരാം. പരിചയമുള്ള ആളാണ്? അതെ സാർ, ചങ്ങനാശ്ശേരിയിലെ ഏജന്റാണ്, ലോട്ടറി മേനോൻ. പിന്നെ കുറച്ച് മുമ്പ് മിസ്റ്റർ മേനോൻ പറഞ്ഞല്ലോ കോട്ടയത്ത് നിന്ന് വാങ്ങിയതാണെന്ന്. ക്ഷമിക്കണം സാർ, എനിക്ക് ഒരബദ്ധം സംഭവിച്ചു പോയതാണ്. മനുഷ്യരുടെ കാര്യമല്ലേ, ഒരബദ്ധമൊക്കെ പറ്റാവുന്നതേ ഉള്ളൂ. ചങ്ങനാശ്ശേരിയിലെ ഏജന്റാണ് നിങ്ങൾക്ക് ഈ ടിക്കറ്റ് തന്നെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ? ഇല്ല സാർ. പേരെന്താണ്? ഒരിക്കൽ കൂടെ പറഞ്ഞു. SR മേനോൻ. നിങ്ങളുടെ പേരല്ല, ടിക്കറ്റ് തന്നെയല്ല, ലോട്ടറി മേനോൻ. ഓഹോ, ഇനി ഇതിന് മാറ്റമൊന്നുമില്ലല്ലോ? ഇല്ല സാർ, ഞാൻ സത്യമാണ് പറയുന്നത്. ഏതായാലും ആ സത്യം തെളിയിക്കുന്നത് വരെ മിസ്റ്റർ മേനോൻ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്ന കാര്യം മറക്കരുത്. ഒരു കുഴപ്പമില്ല. മാധവൻകുട്ടി കാണാതായിട്ട് നിങ്ങൾക്ക് ഞാൻ അന്വേഷിക്കാതിരുന്നതാണ്. ഞാൻ എവിടെ അന്വേഷിക്കാനാണ്? അകലെ എവിടെയെങ്കിലും പോയതായിരിക്കും. അത് ശരി. മാധവൻകുട്ടിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായി അറിയാമോ? ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചത് മാത്രം. എന്താ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ശത്രുക്കളായിട്ട് ആ ഫോട്ടോഗ്രാഫർ വേണുഗോപാലൻ 2-3 ദിവസം മുമ്പ് വീട്ടിൽ വന്ന് എന്തോ അസുഖമായി സംസാരിക്കുന്ന കേട്ടു. ഫോട്ടോഗ്രാഫർ വേണുഗോപാൽ? അതെ. എന്തായിരുന്നു കാര്യം? കാര്യം എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ അടുക്കളയിലായിരുന്നു. വഴുത് പറയുന്ന ശബ്ദം കേട്ടാണ് ഞാൻ വന്നത്. കാര്യം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചതില്ലേ? ഇല്ല, നിന്നെ ഒന്നും വെറുതെ വിടുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഇറങ്ങിപ്പോയത്. ഓഹോ, ഫോട്ടോഗ്രാഫർ വേണുഗോപാൽ. അയാൾ നിങ്ങളുടെ ഭർത്താവിനെ ഉപദ്രവിക്കാൻ ഇടയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അയ്യോ, എന്ത് സരിങ്ങനെ എല്ലാം ചോദിക്കുന്നു? ആ, നിങ്ങൾ എന്റെ കൂടെ വരൂ.
ശേഷമാണ് ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചത്. ആ ടിക്കറ്റിന് വേറെ അവകാശികളെന്നും പറഞ്ഞാണ് ആദ്യം മാധവൻ കുട്ടി വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വന്നു. ഇനി നാളെ മറ്റുള്ളവരെല്ലാം നാളെ കണ്ടു. അതുകൊണ്ട് ഇതിനിടയിൽ കിടന്ന് ഉള്ളാൻ എനിക്ക് സമയമില്ല. നിങ്ങളുടെ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്റെ ടിക്കറ്റോ? ഞാനെന്റെ ടിക്കറ്റ് വന്നു. മാധവൻകുട്ടിയുടെ കയ്യിൽ ടിക്കറ്റ് കൊടുത്തയച്ചു നിങ്ങളല്ലേ? മാധവൻകുട്ടി? ഏത് മാധവൻകുട്ടി? അനാവശ്യം പറയാതിരിക്കാൻ മിസ്റ്റർ. ഞാൻ സ്വപ്നം കാണുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ മുഖത്തൊക്കെ പറയുന്നത്. ഈ ടിക്കറ്റിന്റെ വക 50,000 രൂപ ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്റെ വർക്ക്ഷോപ്പിൽ വന്നിരുന്നില്ലേ? നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ മനുഷ്യൻ? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഓഹോ, അപ്പൊ കള്ള ടിക്കറ്റ് കൊടുത്തയച്ച് നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു അല്ലേ? അയ്യോ ഇയാൾ സമ്മതിക്കാത്തത് നിങ്ങൾ ഇടിച്ച് സമ്മതിപ്പിക്കാൻ പോയല്ലേ? മനുഷ്യരെങ്ങനെ ചതിക്കാൻ തുടങ്ങിയ പിന്നെ എന്ത് ചെയ്യും സാർ? ഇയാൾ നിങ്ങളെ ചതിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങൾ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആദ്യം നിങ്ങൾ പറഞ്ഞു കോട്ടയത്ത് നിന്ന് വാങ്ങിയത്, പിന്നീട് ലോട്ടറി മേലാന്തയിൽ നിന്ന് വാങ്ങിയെന്ന് നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ തന്നെ ഏതോ ഒരു മാധവൻകുട്ടിയുടെ പേര് പറഞ്ഞു കേട്ടു. ഇനി അല്പം കൂടെ കഴിഞ്ഞാൽ മറ്റാരുടെയെങ്കിലും പേര് നിങ്ങൾ പറയില്ല എന്ന് ഞങ്ങൾ അങ്ങനെ അറിയും. ഇനി നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കില്ല. ടിക്കറ്റ് മടക്കിട്ടല്ലോ. ആ ടിക്കറ്റിന് വരാനാണോ? ബുദ്ധിമാൻ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കാൻ. ഏതായാലും നിങ്ങൾ വെള്ളണ്ട സുഹൃത്തുക്കളെ, നിങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് ഒപ്പിട്ട് കൊടുത്ത ടിക്കറ്റ് തന്നെയല്ലേ? നോക്കൂ, ഇത് നിങ്ങളുടെ ഒപ്പ് തന്നെയല്ലേ? പുറത്ത് വെച്ച് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നത് വേറെ ടിക്കറ്റ് ആയിരുന്നു. ഈ ടിക്കറ്റ് നിങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങൾ നശിപ്പിക്കുകയെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ എന്താണ് ധരിച്ചത്? ഇയാളെ ജില്ലേ നടക്കാം. കൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ. ഒരു കാര്യം ചെയ്തു മേലാണ്, നിങ്ങൾ കൂടി ആ പോലീസ് സ്റ്റേഷൻ വരെ ഉണ്ട്. വേഗം തരും. അയ്യോ, ഞാൻ എന്തിനാണ് സാർ വരുന്നത്? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് സാക്ഷി പറയാം. മൊഴി രേഖപ്പെടുത്തിയിട്ട് ഉടനെ കഴിക്കാം. എന്തിനാ കരയുന്നത്? ഉടനെ തിരിച്ചു വരുമല്ലോ. താൻ ആ മാധവൻകുട്ടിയുടെ വീട്ടിൽ പോയിരുന്നു സാർ. അയാളുമായിട്ട് വഴക്കുണ്ടായോ? വഴക്കൊന്നും ഉണ്ടായില്ല സാർ. ഇല്ലേ? നിന്നെ ഒന്ന് വെറുതെ വിടില്ലെന്ന് പറഞ്ഞിട്ടാണോ താൻ അവിടെ ഇറങ്ങിപ്പോയത്? ഒരു പക്ഷേ ഞാനങ്ങനെ പറഞ്ഞിരിക്കും. അതിന്റെ അർത്ഥം അയാളെ കൊല്ലാനല്ല സാർ. പിന്നെ ഞാൻ വാങ്ങിയ ടിക്കറ്റ് SRM കോട്ടയത്ത് വെച്ച് വാങ്ങുന്നത് അയാൾ കണ്ടുവെന്ന് പറഞ്ഞു. അതേപ്പറ്റി ഞാൻ ചോദിക്കാൻ ചെന്നപ്പോ അയാൾ എന്നോട് വഴക്കുണ്ടാക്കി സാർ. ആ സമയം നിന്നെ ഒന്നും വെറുതെ വിടുകയില്ലെന്ന് ഞാൻ പറഞ്ഞു കാണും. അത് നിയമപരമായ നടപടി എടുക്കുന്നതിനെ പറ്റിയായിരുന്നു സാർ, അല്ലാതെ അയാളെ കൊല്ലാൻ വേണ്ടിയല്ലായിരുന്നു സാർ. അയാളെ കൊല്ലാൻ വേണ്ടിയല്ലായിരുന്നു എങ്കിൽ താൻ ചെന്ന് വഴക്കുണ്ടാക്കി അന്ന് മുതൽ മാധവൻകുട്ടിയെ കാണാതായത് എന്തുകൊണ്ടാണ്? എനിക്ക് അതേപ്പറ്റി വേറൊരു സംശയം തോന്നുന്നു സാർ. എന്ത് സംശയം? വഴക്കുണ്ടായി എന്ന് പറയുന്ന അന്ന് തന്നെ ഈ നിൽക്കുന്ന ലോട്ടറി മേനോനും മാധവൻകുട്ടിയും SR മേനോന്റെ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നത് ഞാൻ കണ്ടതാണ്. അതിന് ആദ്യം മാധവൻകുട്ടി ഒറ്റയ്ക്കാണ് പോയത്. കുറച്ചു കഴിഞ്ഞ് ലോട്ടറി മേനോനും പോയി. പക്ഷേ ലോട്ടറി മേനോ മാത്രമേ തിരിച്ചു പോയുള്ളൂ. മാധവൻകുട്ടി നേരത്തെ പോയി സാർ. നിങ്ങൾ കാണാത്ത നിങ്ങളുടെ കുറ്റം. നുണയാണ് സാർ. മാധവൻകുട്ടി അവിടെ നിന്നും പോയിട്ടില്ല. സംശയം തോന്നി ഉടനെ ഞാൻ വർക്ക്ഷോപ്പിനകത്ത് കയറി നോക്കി. അപ്പോൾ അവിടെ ഒരു ഭയങ്കര ഏറ്റുമുട്ടൽ നടന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു സാർ. മാധവൻകുട്ടി അവിടെ ഞാൻ ഉണ്ടോ എന്ന് ഞാൻ നോക്കുന്നതിനിടയിൽ ഈ SR മേനോനും അയാളുടെ ശമ്പളക്കാരനും കൂടി എന്നെ അടിച്ചു ബോധം കെടുത്തി സാർ. വർക്ക്ഷോപ്പിൽ മോഷ്ടിക്കാൻ വന്നാൽ പിന്നെ അടിക്കില്ലേ? അപ്പോൾ നിങ്ങൾ ഇയാളെ അടിക്കുമെന്നുള്ളത് സത്യമാണ്? ഞാൻ ബോധം തെളിഞ്ഞ് നോക്കിയപ്പോൾ SR മേനോനോ മാധവൻകുട്ടിയോ അയാളുടെ ശമ്പളക്കാരനോ ആരും തന്നെ അവിടെ ഇല്ലായിരുന്നു സാർ. എന്നെ ഒരു സ്ഥലത്ത് പിടിച്ചു കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ വളരെ പാടുപെട്ടാണ് സാർ അവിടെ രക്ഷപ്പെട്ടത്. ഇയാൾ ഈ പറഞ്ഞതെല്ലാം സത്യമാണോ മിസ്റ്റർ മേനോൻ? നിങ്ങൾ ഒരുമിച്ച് പോയിട്ട് ആദ്യം മാധവൻകുട്ടി വർക്ക്ഷോപ്പിലേക്ക് പോയി എന്ന് പറയുന്നത് സത്യമാണോ? സത്യമാണ്. രണ്ടാമത് നിങ്ങൾ പോയി എന്ന് പറയുന്നതോ? അതും സത്യമാണ്. ആ, നിങ്ങൾ ഒറ്റയ്ക്ക് തിരിച്ചു പോകുന്നു എന്ന് പറയുന്നത് സത്യമല്ലേ? അതെ, മാധവൻകുട്ടി നേരത്തെ പോയി സാർ. നിങ്ങളോട് ചോദിച്ചില്ല. നിങ്ങൾ മാധവൻകുട്ടി അന്വേഷിച്ചില്ലേ? പോയെന്ന് പറഞ്ഞത് കേട്ട് ഞാൻ മാധവൻകുട്ടിയെ വീട്ടിൽ പോയി അന്വേഷിച്ചു.
തന്നെ സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ താൻ അവരെ തിരച്ചത്? അയ്യോ അയ്യോ അല്ലേ മോനെ. എങ്കിൽ മാധവൻകുട്ടിയുടെ വീട്ടിൽ പോയി അന്വേഷിച്ചത് എന്തിനാണെന്ന് പറയാം. ഇയാൾ എല്ലാവർക്കും അടയ്ക്കും. എന്റെ പൊന്നെ മോനെ, ഞാൻ സത്യം പറയാം. എങ്കിൽ പറയൂ. നീ പറയില്ലല്ലേ? അയ്യോ ഇരിക്കില്ലേ മോനെ, പറയാം. ലോട്ടറി ടിക്കറ്റിന്റെ കാര്യത്തിലാ പോയത്. ലോട്ടറി ടിക്കറ്റിന്റെ കാര്യത്തിന് മാധവൻകുട്ടി കാണുന്നതിന് SR മേനോന്റെ കയ്യിലുണ്ടായിരുന്ന ആ ടിക്കറ്റ് ഞാനാണ് മാധവൻകുട്ടിയുടെ കൈ കൊടുത്തത്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു സാർ? നിങ്ങളോട് ചോദിച്ചില്ല, ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. ഈ ടിക്കറ്റ് അല്ലേ താൻ മാധവൻകുട്ടിയുടെ കയ്യിൽ കൊടുത്തത്? അതെ സാർ. ഈ ടിക്കറ്റ് വേണുഗോപാലിന് വിറ്റത് ഇതേ സ്റ്റേഷനിൽ വെച്ച് താൻ തന്നെയല്ലേ പറഞ്ഞത്? അതെ. മേനോൻ, ഒരേ ടിക്കറ്റ് തന്നെ വേണുഗോപാലിന് വിറ്റതും മാധവൻകുട്ടിയുടെ കയ്യിൽ കൊടുത്തതും പറയും, ഇതിലേതാണ് ശരി? രണ്ടും ശരിയാണ് സാർ. ഞാൻ വേണുഗോപാലിന് ടിക്കറ്റ് വിറ്റതിന് ശേഷം അതേ ടിക്കറ്റ് വീണ്ടും എന്റെ കയ്യിൽ വരുവാനിടയായി. അതെങ്ങനെ തന്റെ കയ്യിൽ വന്നു? ലോട്ടറിയുടെ ഫലപ്രഖ്യാപനം പുറത്തു വന്ന ദിവസം രാത്രി ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു. അല്ല, ഇതാ രാജനി. എന്താ ആ സമയത്ത്? എന്തായാലും കടന്നിരിക്കും. ഞാൻ മേനോൻ ചേട്ടനോട് രഹസ്യം പറഞ്ഞാൽ പുറത്താരോടെങ്കിലും പറയും. അതെന്താ രാജനെ അങ്ങനെ ചോദിക്കുന്നത്? പുറത്ത് പറയാൻ പാടില്ലാത്ത എന്റെ രഹസ്യം നീ കാര്യം പറയും. ലോട്ടറി ടിക്കറ്റിന്റെ പ്രൈസ് ലിസ്റ്റ് പത്രത്തിൽ വന്ന ഉടനെ ഞാൻ വേണു സാറിന്റെ ടിക്കറ്റ് എടുത്ത് നോക്കി. ആ ടിക്കറ്റിനാണ് ഫസ്റ്റ് പ്രൈസ് എന്ന് കണ്ടപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റിവെച്ചു. രാജനെയാണ് ആ ടിക്കറ്റ്. അയ്യോ, എനിക്കിത് പങ്കുവേണ്ട. ഈ ടിക്കറ്റിന്റെ നമ്പർ പലർക്കും അറിയാം. വേണുഗോപാൽ തന്നെ ഡയറിയുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ടിക്കറ്റ് കൊടുത്ത് രാജമ്മ പണം വാങ്ങിയാൽ രാജമ്മയെ പിടിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ടിക്കറ്റ് എടുത്തത് ഇനി ആരും അറിയണ്ട. ഞാനിത് കീഴ്ക്കളഞ്ഞേക്കാം. ടിക്കറ്റ് കീറാൻ വരട്ടെ. രാജമ്മ ഏതായാലും ഈ ടിക്കറ്റ് എടുത്തു പോയത് ഞാൻ നേരിട്ട് കൊണ്ടുകൊടുത്ത സമ്മാനം ഏതായാലും വാങ്ങിക്കാൻ പോകുന്നില്ല. അങ്ങനെ ആയാലും വേണുഗോപാൽ സംശയിക്കും. അതുകൊണ്ട് മറ്റൊരു മാർഗത്തിൽ കൂടെ സംഗതി സാധിക്കാം.